അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് മദ്രസകളിൽ പൊതുപരീക്ഷകൾ നടക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പ്രധാനമായും പറയുന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ 5ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന് പറയുന്ന ഈ കിതാബ്, അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ, അതായത് ഈ കിതാബ് മുഴുവനായും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക, ഇതിലെ ആശയങ്ങൾ, ഓരോ പാഠങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യം മുതൽ അവസാനം വരെ പറയുന്നത് കൊണ്ട് ഒരു പക്ഷേ വീഡിയോ കുറച്ച് നീണ്ടുപോകും. ഏതിരുന്നാലും ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കണ്ടാൽ ഉന്നതമായ മാർക്കോടെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. മാത്രമല്ല, ഈ 5ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ പ്രത്യേകമായ ഒരു കാരണം കൂടിയുണ്ട്. അതായത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ 7ാം ക്ലാസ്സിലെ ഇതുപോലെ ലിസാനുൽ ഖുർആൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേർ എന്നോട് ചോദിച്ച ഒരു കാര്യമാണ്, 5ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ ഒന്ന് വീഡിയോ ചെയ്തു തരുമോ എന്നുള്ളത്. ഒരുപാട് പേർ ആ വീഡിയോയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു, ഇഷ്ടപ്പെട്ടു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതൊക്കെ. അതുകൊണ്ട് ഈ വീഡിയോ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, അതുപോലെ തന്നെ സഹോദരങ്ങൾ, നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മക്കളിലൊക്കെ 5ാം ക്ലാസ് മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കണം. അത്രത്തോളം ലളിതമായി എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വീഡിയോ ആണിത്. കൃത്യമായി ശ്രദ്ധിച്ചു കേട്ടിരിക്കുക. മാത്രമല്ല, ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഒന്ന്, എൻ്റെ ചെറിയ വിദ്യാർത്ഥികൾ, അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും 5ാം ക്ലാസ്സിലെ ഈ ലിസാനുൽ ഖുർആൻ എന്ന് പറയുന്ന ഈ കിതാബ് കൈപിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, പറ്റുന്നവരൊക്കെ. അല്ലാതെ കിതാബ് തീരെ ഇല്ലാത്ത ആളുകളാണെങ്കിൽ കേട്ട് ഇരിക്കാം. പക്ഷെ കുട്ടികളിൽ എല്ലാവരിലും കിതാബ് ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് കിതാബ് പിടിച്ച് തന്നെ വീഡിയോ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന്, വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൃത്യമായി പഠിക്കേണ്ടത് എന്നുള്ള വിഷയമൊക്കെ ഞാൻ പറയും. അപ്പോൾ നിങ്ങളുടെ മദ്രസകളിൽ ഉസ്താദുമാരും കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ടാകും. അതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു വിഷയം കൂടി സൂചിപ്പിക്കുന്നത്, ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ കണ്ടതിന് ശേഷം ഒന്നുമല്ല എങ്കിൽ അൽഹംദുലില്ലാ എന്നുള്ള ഒരു കമൻറ്റെങ്കിലും രേഖപ്പെടുത്തുക. അതല്ല എങ്കിൽ നിങ്ങളെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ മദ്രസയുടെ പേരും അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലവും ഒക്കെ എഴുതുക. കാരണം എവിടെ നിന്നൊക്കെ വിദ്യാർത്ഥികൾ കണ്ടു എന്നുള്ള ഒന്നറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താവുന്നതാണ്. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഏതായാലും നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. മറ്റൊരു കാര്യം, എല്ലാ ആളുകളും, ചാനൽ കാണുന്ന എല്ലാ ആളുകളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഉപകാരപ്രദമായ ഒരുപാട് അറിവുകൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഇനി അങ്ങോട്ട് മദ്രസകൾ പഠിക്കുമ്പോഴും അതേപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട നിസ്കാരങ്ങളെ പറ്റിയും അതുപോലെ നോമ്പുകളെ പറ്റിയും അവയുടെ നിയമങ്ങളെ പറ്റിയൊക്കെയാണ് ഈ ചാനലിലൂടെ ഷെയർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ഞാൻ ചില ചോദ്യങ്ങൾ അവസാനം ചോദിക്കും. ആ ചോദ്യത്തിനുള്ള ഉത്തരം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തണം. അങ്ങനെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ഉത്തരം, ഒപ്പം നിങ്ങളുടെ പേരും മദ്രസയുടെ പേരും പറയുക. എന്നിട്ട് അതിൽ നറുക്കെടുപ്പ് നടത്തി, പരീക്ഷയ്ക്ക് ശേഷം നറുക്കെടുപ്പ് നടത്തി അതിൽ വിജയിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ സമ്മാനവും അനുമോദനവും കൂടി നൽകുന്നതാണ്. അത് സബ്സ്ക്രൈബ് ചെയ്ത ആളുകളിൽ നിന്നാണ് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുക. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. ഏതായാലും നമുക്ക് പാഠത്തിലേക്ക് വരാം. അതായത് ലിസാനുൽ ഖുർആനിൽ പ്രധാനമായിട്ടും 9 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 9 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ 1ാമത്തെ പാഠത്തിൽ നമുക്കറിയാം മർഹബൻ യാ ഖൈറദാഇൻ. ഈ പാഠത്തിൽ പ്രധാനമായും തോല അൽ ബദ്റു അലൈന, ഈ ബൈത്താണ്. അപ്പൊ ഈ ബൈത്ത് പറ്റുന്ന ആളുകളൊക്കെ ഈ ബൈത്ത് ഒന്ന് പഠിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ അതേപോലെ തന്നെ അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് മദീനയുടെ അഹ്ലുകാരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വാഗതം ചെയ്യുന്നവരായിരുന്നു. അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അവർ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു ബൈത്ത് കൂടിയാണിത്. അതുകൊണ്ട് ഈ ബൈത്ത് എല്ലാ ആളുകളും പഠിക്കുക. ഒപ്പം ഈ പാഠഭാഗം ഇതേപോലെ പഠിക്കാൻ പറ്റുന്ന ആളുകൾ ഇതേപോലെ പഠിക്കുക. ഇതാണ് ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കാൻ ഉള്ളത്. ഇനി ഇതിന് ശേഷമുള്ള പാഠഭാഗങ്ങളിൽ ഒരു സെന്റൻസ് ക്രിയേഷനും അതുപോലെ ലിസാനുൽ ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട വിഷയങ്ങൾ, പലപ്പോഴും അറബി പറയുമ്പോൾ പല ആളുകൾക്ക് അത് മനസ്സിലാകുന്നുണ്ടാവില്ല. അതിൻ്റെ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിഷയം അവതരിപ്പിച്ചു തരും. ഇതിന് ശേഷമുള്ള പാഠഭാഗങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കാം. ഒന്ന്,
യക്കില ജുനൈദുൻ, യക്കില ജുനൈദുൻ. യക്കില ജുനൈദുൻ എന്ന് വെച്ചാൽ നോക്ക്, അവിടെ ശ്രദ്ധിക്കുക. യക്കില ജുനൈദുൻ, യക്കില ജുനൈദുന്റെ അർത്ഥം എന്താണ്? യക്കില ഉണർന്നു, ജുനൈദുൻ ജുനൈദ് ഉണർന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ യക്കിലന്റെ അർത്ഥം ഉണർന്നു എന്നുള്ളതാണ്. ജുനൈദ് എന്ന് വെച്ചാൽ ജുനൈദ് ഉണർന്നു എന്നുള്ളതാണ്. ഈ പാഠഭാഗത്ത് നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് രണ്ട് വിഷയമാണ്. ഒന്ന് മാദിയായ ഫീലും മറ്റൊന്ന് മുലാരിയായ ഫീലും. അപ്പൊ എന്താണ് മാദിയായ ഫീല്? അതായത് ഫീൽ എന്ന് വെച്ചാൽ അറബിയില് ഫീൽ എന്ന് വെച്ചാൽ അതിന് ഇംഗ്ലീഷിൽ വെർബ് എന്നാണ് നമ്മൾ വിളിക്കുക. നമുക്കറിയാം ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എഴുതുമ്പോൾ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു വെർബ് ഉണ്ടാവും, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. സബ്ജക്റ്റിനൊക്കെയാണ് ആ പ്രവർത്തനം ചെയ്ത ആളുകൾ. ഒരു ഉദാഹരണത്തിന് ഐ വെന്റ് ടു സ്കൂൾ, ഞാൻ സ്കൂളിലേക്ക് പോയി എന്നുള്ളത് പറയുമ്പോൾ ഐ എന്നുള്ളത് പോയ ആളാണ്, ഞാൻ. അപ്പൊ ഞാൻ എന്നുള്ളത് ഇവിടെ എന്താണ്? സബ്ജക്റ്റ് ആണ്. വെന്റ് എന്ന് പറഞ്ഞാൽ പോയി ഒരു പ്രവർത്തനമാണ്. ഈ പ്രവർത്തനം ഇവിടെ വെർബാണ്. വെർബിനിക്ക് അറബിയിൽ പറയുന്ന പേരാണ് ഫിഇല് എന്നുള്ളത്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഈ ഫിഇല് പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മാദിയായ ഫീൽ ഉണ്ട്, അതേപോലെ തന്നെ മുലാരിയായ ഫീൽ ഉണ്ട്. ആ മാദിയായ ഫീൽ എന്ന് വെച്ചാൽ എന്താണ്? മാദിയായ ഫീൽ എന്ന് വെച്ചാൽ പാസ്റ്റ് ടെൻസ്, അതായത് കഴിഞ്ഞ കാലത്തിന് മേൽ അറിയിക്കുന്നതിനേക്കാണ് മാദിയായ ഫീൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മുലാരി. മുലാരിയായ ഫീൽ എന്ന് വെച്ചാൽ ഒന്നിരിക്കൽ പ്രസന്റ് ടെൻസ്, ഇപ്പൊ നടക്കുന്ന ഒരു കാലം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ്, ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാലം, ഇതിന്റെ മേൽ അറിയിക്കുന്നതാണ് മുലാരിയായ ഫീൽ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഐ വെന്റ്, ഞാൻ പോയി. ഇവിടെ വെന്റ് എന്നുള്ളത് യഥാർത്ഥത്തിൽ മാദിയായ ഫീലാണ്. മാദിയായ ഫീലാണ്, പോയി എന്നുള്ള അർത്ഥമാണ്, കഴിഞ്ഞൊരു കാലം. എന്നാൽ അതേ സമയത്ത് ഞാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ പോകും എന്നുള്ള അർത്ഥമൊക്കെ വരുമ്പോൾ, അതായത് ഒന്നിരിക്കൽ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ്, ഇങ്ങനെ വരുന്നതിനിക്ക് മുലാരിയായ ഫീൽ എന്ന് പറയും. അപ്പൊ അറബിയിൽ പ്രസന്റിനിക്ക് ഹാലി എന്നും ഫ്യൂച്ചറിനിക്ക് മുസ്തഖ്ബിൽ എന്നാണ് അറബിയിൽ പറയാം. അപ്പൊ നമ്മൾ ഇപ്പൊ മനസ്സിലാക്കേണ്ട വിഷയം മാദിയായ ഫീലുകൾ, മാദിയായ ഫീലുകൾ ഉണ്ട്, മുലാരിയായ ഫീലുകൾ ഉണ്ട്. അപ്പൊ മാദിയായ ഫീൽ എന്ന് വെച്ചാൽ എന്താണ്? ആദ്യം ഇതിന്റെ വിഷയം നോക്കിയിട്ട് നമുക്ക് ഉദാഹരണത്തിലേക്ക് വരാം. എല്ലാ ആളുകളും 6ാമത്തെ പേജിൽ താഴെയുള്ള വരി നോക്കാം. അതായത് ഈ അൽ ഫീലുൽ മാദി, മാദിയായ ഫീൽ എന്ന് വെച്ചാൽ തദുല്ലു, അത് അറിയിക്കും, അലാ ഹുദൂസി ഫീലിൻ ഫി സമാനിൽ മാദി, കഴിഞ്ഞ ഒരു കാലത്തിന്റെ മേൽ അറിയിക്കും. അതായത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു, അങ്ങനെയുള്ളതിന്റെ മേൽ അറിയിക്കും. അങ്ങനെയുള്ളതിനേക്കാണ് മാദിയായ ഫീൽ എന്ന് പറയാ. അടുത്തത് അൽ ഫീലുൽ മുലാരി. മുലാരിയായ ഫീൽ എന്ന് വെച്ചാൽ കലിമത്തുൻ, ഒരു കലിമത്താണ്, തദുല്ലു, അത് അറിയിക്കും, അലാ ഹുദൂസി ഫീലിൻ ഫിൽ മുസ്തഖ്ബിലി അബിൽ ഹാലി, അലാ ഹുദൂസി ഫീലിൻ, ഒരു സംഭവിക്കുന്ന പ്രവർത്തനത്തിന്റെ മേൽ, ഫിൽ മുസ്തഖ്ബിലി, ഭാവിയിൽ ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ മേൽ, അബിൽ ഹാലി അല്ലെങ്കിൽ നിലവിൽ പ്രസന്റിൽ സംഭവിക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ മേൽ. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് മാദിയായ ഫീൽ എന്ന് വെച്ചാൽ എന്താണ്, മുലാരിയായ ഫീൽ എന്ന് വെച്ചാൽ എന്താണ്. ആ മാദിയായ ഫീൽ എന്ന് വെച്ചാൽ എന്താണ്? അൽ ഫീലുൽ മാദി കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫീലി ഫി സമാനിൽ മാദി, അതായത് കഴിഞ്ഞ ഒരു കാലത്തിന്റെ മേലിൽ സംഭവിച്ച ഫീലിന്റെ മേൽ അറിയിക്കുന്നതിനിക്ക് മാദിയായ ഫീല് എന്ന് പറയുന്നു. ഇനി വൽ മുലാരിയു, അപ്പൊ അൽ ഫീലുൽ മുലാരി, മുലാരിയായ ഫീൽ എന്ന് വെച്ചാൽ കലിമത്തുൻ, അതൊരു കലിമത്താണ്, തദുല്ലു അലാ ഹുദൂസി ഫീലിൻ ഫിൽ മുസ്തഖ്ബിലി അബിൽ ഹാലി, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയോ, അതായത് വർത്തമാന കാലത്തിന്റെ മേലോ അല്ലെങ്കിൽ ഭാവി കാലത്തിന്റെ മേലോ സംഭവിക്കുന്ന ഒരു ഫീലിന്റെ മേൽ അറിയിക്കുന്നതിനിക്ക് മുലാരിയായ ഫീല് എന്ന് പറയുന്നു. അപ്പൊ എന്താണ് മാദി, എന്താണ് മുലാരി എന്നാണ് നമ്മൾ ആദ്യം ഈ പാഠഭാഗത്ത് പഠിക്കേണ്ടത്. രണ്ടാമത് അതിന് തൊട്ട് മുന്നേ നോക്കുക, അതായത് ഈ 6ാമത്തെ പേജിൽ തൊട്ട് മുന്നേ നമ്മൾ നോക്കാം. അവിടെ ഖറഅ യഖ്റഉ, ഖറഅന്റെ അർത്ഥം എന്താണ്? ഖറഅ വായിച്ചു, യഖ്റഉ അല്ലെങ്കിൽ ഖറഅ പാരായണം ചെയ്തു, ഖറഅ വായിച്ചു, ഖറഅ ഓതി, ഖറഅ വായിച്ചു, യഖ്റഉ വായിക്കും. അപ്പൊ ഖറഅ മാദിയായ ഫീലാണ്, യഖ്റഉ മുലാരിയായ ഫീലാണ്. അപ്പൊ ഖറഅന്റെ മുലാരി എന്താണ്? യഖ്റഉ. അത് നമ്മൾ പഠിക്കാം. ഇനി അതേപോലെ തന്നെ ജലസ ഇരുന്നു, യജ്ലിസു ഇരിക്കും. അപ്പൊ ജലസാന്റെ മുലാരി എന്താണ്? യജ്ലിസു എന്നുള്ളതാണ്. അതുപോലെ അമാത്ത മെരിപ്പിച്ചു, യുമീത്തു മെരിപ്പിക്കും. അപ്പൊ അമാത്ത മാദിയായ ഫീലാണ്, യുമീത്തു മെരിപ്പിക്കും മുലാരിയായ ഫീലാണ്. അപ്പൊ ഓരോന്ന് അഹ്യ ജീവിപ്പിച്ചു, യുഹി ജീവിപ്പിക്കും. അപ്പൊ അഹ്യ മാദിയായ ഫീലാണ്, യുഹി മുലാരിയായ ഫീലാണ്. ഇവിടെ നമ്മൾ ഫീല് പഠിക്കുക, ഇതിന്റെ മാദി പഠിക്കുക,
മുളാരി പഠിക്കുക, ഇതിന്റെ അർത്ഥം പഠിക്കുക. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പാഠഭാഗത്ത് മെയിൻ ആയിട്ട് വരാം. ഒന്ന് മാലിയായ ഫീൽ എന്താണ്, മുളാരിയായ ഫീൽ എന്താണ്, പിന്നെ ഒരു മാലി തന്നിട്ട് അതിന്റെ മുളാരി എഴുതാൻ പറയും, ഇനി അതല്ലെങ്കിൽ അതിന്റെ അർത്ഥം എഴുതാൻ പറയും. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ അടുത്ത് നോക്കോ, ദഹബ ഹമീദുൻ ഇലൽ മദ്രസത്തി. അപ്പൊ ഹമീദ് മദ്രസയിലേക്ക് പോയി. അപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് തരും. ഈ സെന്റൻസ് വന്നിട്ട് അതിന്റെ അർത്ഥം ഇതാനായിരിക്കും ചിലപ്പോൾ നമ്മളോട് പറയാം. ദഹബ പോയി, ഈ ഹമീദുൻ ഹമീദ് പോയി, ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് പോയി. അവിടെ നമ്മൾ ഈ വിഷയം കൂടി മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ മാലിയായ ഫീൽ എന്താണ്, മുളാരിയായ ഫീൽ എന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചത്. ഇനി എല്ലാവരും മൂന്നാമത്തെ പാഠത്തിലേക്ക് വരിക. ഇലൽ മുതവദ്ദഇ ഈ പാഠത്തിൽ പ്രധാനമായും പറയുന്നത്, അതായത് ഐക്കല ജുനൈദുൻ അഹാഉ സഗീറ, ഐക്കല ഉണർത്തി, ജുനൈദുൻ ജുനൈദ് ഉണർത്തി, അഹാഉ അവന്റെ സഹോദരനെ, അസ്സഗീറ അവന്റെ ചെറിയ സഹോദരനെ, നബീലൻ അതായത് നബീലിനെ ഉണർത്തി. എന്നിട്ട് വഫഅല നബീലുൻ നബീൽ പ്രവർത്തിച്ചു, കമാ ഫഅല അഹൂഹു ജുനൈദുൻ അവന്റെ സഹോദരൻ ജുനൈദ് പ്രവർത്തിച്ചതുപോലെ നബീലും പ്രവർത്തിച്ചു. ഇനി അതിനു മുമ്പ് ചെറിയൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ രണ്ടാമത്തെ പാഠത്തില് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതിന്റെ 5-ാമത്തെ പേജിൽ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാല് ചൊല്ലുന്നൊരു ദിക്ർ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അൽഹംദുലില്ലാഹില്ലസി അഹിയാനി ബഅദമ അമാതനി വൈലൈഹിൻ നുശൂർ എന്നുള്ള ദിക്ർ. ആ ദിക്ർ എല്ലാവരും പഠിച്ചു വെക്കാം. കാരണം വെച്ചാൽ ഈ ദിക്ർ നമ്മൾ ഒന്നാമത് എല്ലാ ദിവസവും ഇനി മുതൽ അങ്ങോട്ട് നിങ്ങളൊക്കെ ചെല്ലുന്നുണ്ടാകും. ഇനി ചെല്ലാത്തവരാണെങ്കിലും ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ, രാവിലെ ഉണർന്നാൽ നമ്മൾ ഉടനെ പറയേണ്ട ദിക്റാണ്. ഇതാണ് അൽഹംദുലില്ലാഹില്ലസി അഹിയാനി ബഅദമ അമാതനി വൈലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹില്ലസി സർവസ്തുതിയും അല്ലാഹുവിനിക്കാണ്. എങ്ങനെയുള്ള അല്ലാഹുവാണ്? അല്ലസി എങ്ങനെയുള്ള അല്ലാഹുവാണ്? അഹിയാനി അവൻ എന്നെ ജീവിപ്പിച്ചു, ബഅദമ അമാതനി എന്നെ മരിപ്പിച്ചതിന് ശേഷം, വൈലൈഹിൻ നുശൂർ വൈലൈഹി അവനിലേക്കാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ അഹിയാനി എന്നെ അവൻ ജീവിപ്പിച്ചു. ഇവിടെ യഥാർത്ഥത്തിൽ ഇതൊരു മാലിയായ ഫീലാണ്. അതിന്റെ ഉദാഹരണം കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ചൊല്ലേണ്ട ദിക്റും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ദിക്ർ പറ്റുന്ന ആളുകളൊക്കെ പഠിച്ചു വെക്കാം. അതിനുശേഷം ഉള്ള ഒരു ദിക്ർ ഉണ്ടല്ലോ, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. അതായത് ബാത്റൂമിലേക്ക്, ടോയ്ലറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇടത് കാല് നമ്മൾ വെക്കണം. ആ വെക്കുന്നതോടൊപ്പം നമ്മൾ പറയുന്ന ദിക്റാണ്. ബാത്റൂമിലേക്ക്, ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ പറയുന്ന ദിക്റാണ്. ഈ ദിക്റൊക്കെ അറിയുന്നുണ്ടാകും. ഈ ദിക്റും നിങ്ങൾ പഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇലൽ മുതവദ്ദഇ എന്നുള്ള ഈ പാഠത്തിൽ പറയുന്നത് സീഗത്തുൽ മുഫ്രദി വൽ മുസന്നൽ ഗായിബ്, അതായത് തസ്നിയ അതേപോലെ തന്നെ മുഫ്രദ് ഇവ രണ്ടിന്റെയും സീഹ, അത് ഗായിബായ തസ്നിയ മുഫ്രദ് ഇവ രണ്ടിന്റെയും സീഹ. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, ഞാൻ കൃത്യമായിട്ട് പറയാം. അതായത് മുഫ്രദ് എന്ന് വെച്ചാൽ സിംഗുലർ, ഒറ്റ ഉള്ളതിനേക്കാണ് മുഫ്രദ് എന്ന് പറയാം, സിംഗുലർ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒറ്റ ഒന്നേ ഉള്ളൂ, ഒറ്റ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനേക്കാണ് മുഫ്രദ് എന്ന് പറയുക, സിംഗുലർ. ഇംഗ്ലീഷിലേക്ക് നമ്മൾ വരുമ്പോൾ സിംഗുലറും പ്ലൂറലും മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ അങ്ങനെ തന്നെയാണ്. സിംഗുലർ എന്ന് വെച്ചാൽ ഏകവചനം, പ്ലൂറൽ എന്ന് വെച്ചാൽ ബഹുവചനം. ബഹുവചനം വെച്ചാൽ ഒന്നിലധികമുള്ള എല്ലാത്തിനേക്കും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ പ്ലൂറൽ ഒറ്റ ഇതാണ് ഉപയോഗിക്കുക. എന്നാൽ അറബിയിൽ ഒരു പ്രത്യേകത ഉണ്ട്. അറബിയിൽ രണ്ടിനേക്ക് സെപ്പറേറ്റ് ഉണ്ട്. അപ്പൊ അറബിയിൽ 3 ഉണ്ട്. മുഫ്രദ് ഉണ്ട്, തസ്നിയ ഉണ്ട്, ജം ഉണ്ട്. എഴുതിൽ പറയുന്നത് മുഫ്രദും തസ്നിയും മാത്രമാണ്. മുഫ്രദ് എന്ന് വെച്ചാൽ ഒറ്റ ഒന്ന്, തസ്നിയ എന്ന് വെച്ചാൽ 2 എണ്ണം. മുഫ്രദ് എന്ന് വെച്ചാൽ ഒറ്റ ഒന്ന്, തസ്നിയ എന്ന് വെച്ചാൽ 2 എണ്ണം. ഈ തസ്നിയക്കാണ് മുസന്ന എന്ന് പറയാം. അപ്പൊ മുഫ്രദ് എന്ന് വെച്ചാൽ 1, തസ്നിയ എന്ന് വെച്ചാൽ 2, രണ്ടാൾ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ ചെയ്താൽ മുഫ്രദായി, അത് ഒറ്റക്കാണ്. രണ്ടാളും കൂടി ചെയ്യുമ്പോൾ തസ്നിയാണ്. അപ്പൊ 2 പേര് കൂടി ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് ഗായിബായ മുഫ്രദ് തസ്നിയാണ് ഇതിൽ പറയുന്നത്. ഗായിബ് എന്ന് വെച്ചാൽ എന്താണ്? ഗായിബ് എന്ന് വെച്ചാൽ ഇപ്പോ നീ ചെയ്തു, നിങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ നിലവിൽ ഇവിടെ ഉള്ള ആളുകളാണ്. അവർക്ക് ഹാലിർ എന്ന് പറയും. ഇപ്പൊ പ്രസന്റിൽ നമ്മുടെ മുമ്പിലുള്ള ആളുകൾക്ക് ഹാലിർ എന്ന് പറയും. അല്ലെങ്കിൽ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഹാലിർ എന്ന് പറയും. എന്നാൽ നമ്മൾ ഇവിടെ ഇല്ലാത്ത പുറത്തുള്ള ഒരാളെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്താണ് പറയാ? അവൻ ചെയ്തു, അവർ 2 പേർ ചെയ്തു, അങ്ങനെയുള്ളതാണ്. അപ്പൊ ഇവിടെ നിലവിൽ ഇല്ലാത്തവരാണ്. ഇവിടെ അവരില്ല, അവർ പുറത്തുള്ള ആളാണ്. നിലവിൽ അവർ ഇവിടെ ഹാജരായിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഗായിബ് എന്നാണ് പറയാം. അങ്ങനെയുള്ള ആളുകൾക്ക് ഗായിബ് എന്ന് പറയാം. അപ്പൊ ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്?
മുഫ്രദ് ഗായിബും അതുപോലെ മുസന്ന ഗായിബും, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പ്രധാനമായും പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് വഹറജ ഇവിടെ ജുനൈദിന്റെ സഹോദരന്റെ വിഷയം പറഞ്ഞിട്ട് ആ ചുവപ്പക്ഷരത്തിൽ ഇന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. വഹറജ, അവർ രണ്ടാളുകളും പുറപ്പെട്ടു. അപ്പൊ ജുനൈദും പോയി, ജുനൈദിന്റെ സഹോദരന് പോയി. അപ്പൊ ഒരാൾ മാത്രം പോയി എന്ന് പറയാൻ എന്ത് പറഞ്ഞാൽ മതി? ഹറജ എന്ന് പറഞ്ഞാൽ മതി. രണ്ടാളുകളും പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്ത് പറയണം? ഹറജ എന്ന് പറയണം, നീട്ടി പറയണം. അപ്പൊ ഫഅല എന്ന് വെച്ചാൽ ഒരാൾ ചെയ്തു എന്നാണ്. ഫഅല എന്ന് വെച്ചാൽ അവർ രണ്ടുപേർ ചെയ്തു എന്നുള്ളതാണ്. ഇനി ദഹബ എന്ന് വെച്ചാൽ അവൻ ഒരുത്തൻ പോയി എന്നുള്ളതാണ്. ദഹബ എന്ന് വെച്ചാൽ അവർ രണ്ടുപേർ പോയി എന്നുള്ളതാണ്. അപ്പൊ ദഹബ എന്നുള്ളത് മുഫ്രദാണ്. ദഹബ എന്ന് നീട്ടി പറയുമ്പോൾ അത് തസ്നിയാണ്. അത് മാത്രമല്ല ദഹബനത്ത് അവൻ പോയി എന്നുള്ളതാണ്. ദഹബ എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേർ പോയി എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ നമ്മൾ 9 ഇവിടെ അത്തദ്രീബാത്തിന്റെ താഴെ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. അവിടെ ബ്രാക്കറ്റിൽ 4 ലഫ്ദ് കൊടുത്തിട്ടുണ്ട്. യസ്ഹബു, യശ്റബു, യക്തുബു, യക്റഉ 4 ലഫ്ദ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നും പൂരിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഡാഷ് അൽ അഹുൽ ഹലീബ, താഴത്തല് ഡാഷ് അൽ അബുൽ അൽ മസ്ജിദ്. ഇതിലേതാണ് ഏറ്റവും സൂട്ടായത് എന്നുള്ളത് കൊടുത്തിട്ട് നമ്മൾ എഴുതണം. ഒന്നാമത്തിൽ അത് നമുക്ക് എങ്ങനെ അറിയാം? അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്കറിയാം. അപ്പൊ ഒന്നാമത്തതിൽ എന്താണ്? യശ്റബു ലഹു, സഹോദരൻ കുടിക്കും എന്നുള്ളതാണ്. രണ്ടാമത് നോക്കിക്കോ, അൽ അബുൽ അൽ മസ്ജിദ്, ഡാഷ് അൽ അബുൽ അൽ മസ്ജിദ് എന്നുള്ളത്. അപ്പൊ ഡാഷ് പിന്നെ അൽ അബു, വാപ്പ, ഇൽ മസ്ജിദ്, മസ്ജിദിലേക്ക്. വാപ്പ മസ്ജിദിലേക്ക് എന്താണ്? യസ്ഹബു, വാപ്പ പോകും. അപ്പൊ രണ്ടാമത്തിലേക്ക് എന്താണ് ഏറ്റവും സൂട്ടായത്? യസ്ഹബു എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തത് അത്താലിബു അദ്ദർസ, അത്താലിബു വിദ്യാർത്ഥി, അദ്ദർസ പാഠം. പാഠം എന്ന് വെച്ചാല് പാഠം എന്താക്കലാണ്? എഴുതാണ്. അപ്പൊ അവിടെ എന്താണ്? യക്തുബു എന്നുള്ളതാണ് ഏറ്റവും സൂട്ടായത്. യക്തുബു എന്ന് കൊടുക്കാം. അതിനുശേഷം അൽ ഉസ്താദുൽ ഖുർആന, ഉസ്താദ് ഖുർആൻ എന്താക്കി? യക്റഉ, പാരായണം ചെയ്യും. യക്റഉ എന്നുള്ളതാണ് അവിടെ ഉള്ളത്. അപ്പൊ ആദ്യം എന്താണ്? യശ്റബു, രണ്ടാമത്തത് യസ്ഹബു, മൂന്നാമത്തത് യക്തുബു, നാലാമത്തത് യക്റഉ. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാവാ? ഇത് മനസ്സിലാകുന്നത് അത് അർത്ഥം ഒന്ന് നോക്കിയിട്ട് അവിടെ നമ്മൾ ചേർത്ത് പഠിക്കുകയാണ്. ഈ കിതാബിൽ പറയുന്ന ഈ ഓരോ ഭാഗങ്ങളുണ്ടല്ലോ, പ്രത്യേകം പൂരിപ്പിക്കേണ്ട ഭാഗങ്ങൾ, ചോദ്യോത്തരങ്ങൾ, അതൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി പോകണം. പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ഇത് നിങ്ങൾ പഠിക്കാം. ഇത് ഞാൻ വീഡിയോ നീണ്ടു പോകണ്ടെന്ന് വിചാരിച്ച് സ്പീഡ് പറഞ്ഞു പോകും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം വീണ്ടും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് രണ്ടാമത് കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം കുറച്ച് കണ്ട് ഒന്നാമത്തെ പാഠം കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ആ ഭാഗത്തിലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുക. എന്നിട്ട് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത്തെ പാഠം കാണാം. രണ്ടാമത്തെ പാഠം കണ്ടിട്ട് അത് പോസ്റ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ പാഠത്തിലുള്ളത് മൊത്തം പഠിക്കാം. അങ്ങനെ പഠിച്ചിട്ടാണ് പോകേണ്ടത്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്തത് 10ാമത്തെ പേജിലേക്ക് വന്നാൽ അതായത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ഹറജന്റെ അത് ഹറജ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ താഴത്തെ വരി നോക്കിക്കോളി. മാദി ഉണ്ട്, മുലാരി ഉണ്ട്. അപ്പൊ മാദിയിൽ മുഫ്രദ് ഖസലാന്റെ മുഫ്രദ് എന്താണ്? ഖസല. ഇനി അതേപോലെ തന്നെ ഹറജന്റെ ഹറജ, കാമ അവൻ നിന്നു, അവർ രണ്ടുപേര് നിന്നു. അത് മനസ്സിലാക്കാം. അപ്പൊ മാലിയായ ഫീല്, ആ മാലിയായ ഫീലിന്റെ മുഫ്രദ് ഉണ്ട്, മുസന്ന. മാലിയായ ഫീലിന്റെ മുഫ്രദ് എന്ന് വെച്ചാൽ ഒറ്റൊന്ന്, ഒരാൾ ചെയ്തു, ഒരാൾ നിന്നു, ഒരാൾ പോയി എന്നുള്ള അർത്ഥം വരുമ്പോ മുഫ്രദായി. അവർ രണ്ടുപേർ നിന്നു, രണ്ടുപേർ പോയി എന്നുള്ള അർത്ഥം വരുമ്പോ ഒക്കെ മുസന്നായി. അപ്പൊ മുഫ്രദും പഠിക്കാം, മുസന്നയും പഠിക്കാം. ഇനി അടുത്തത് മുലാരിയ ഫീൽ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു. മുലാരിയ ഫീൽ എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിരിക്കൽ ഇപ്പോൾ സംഭവിക്കുന്ന പ്രവർത്തനം, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പ്രവർത്തനം. അങ്ങനെയുള്ളതിനിക്ക് മുലാരിയ ഫീൽ എന്ന് പറയും. അപ്പൊ ഖസലാന്റെ മുലാരി എന്താണ്? യഗ്സിലു. മുലാരിയ ഫീലിന്റെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു മാദിയായ ഫീൽ മുലാരിയായ ഫീലാക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ അതൈന എന്നതിൽ നിന്നുള്ള 4 അക്ഷരത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നുണ്ടാവും. ഒന്നിരിക്കൽ യാ, അല്ലെങ്കിൽ ത, അല്ലെങ്കിൽ അ, അല്ലെങ്കിൽ ന. ഇതൊക്കെ യാ, ത, അ, ന. ഈ 4 അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ആദ്യത്തിന്റെ തുടക്കത്തിൽ ഉണ്ടാവും. അപ്പൊ ഖസലാന്റെ തുടക്കത്തിൽ എന്ത് വന്നു? യാ വന്നു. അപ്പൊ യഗ്സിലു. അപ്പൊ ഖസല മാദിയായ ഫീലാണ്, യഗ്സിലു മുലാരിയായ ഫീലാണ്. ഖസല എന്നുള്ള മാദിയായ ഫീൽ ഇത് മുഫ്രദാണ്. അതിന്റെ തസ്നിയ ഖസല എന്നാണ്, നീട്ടിട്ടാണ് പറയേണ്ടത്. ഇനി യഗ്സിലു എന്നുള്ള മുലാരിയായ ഫീൽ മുഫ്രദാണ്.
അതിന്റെ തസ്നിയ യഗ്സിലാനി എന്നുള്ളതാണ്. നോക്കൂ, കാമാന്റെ തുടക്കത്തിൽ യാ വന്നു, യക്കൂമു. അതിന്റെ കാമാന്റെ മുതാരി എന്താണ്? യക്കൂമു. കാമാന്റെ മുതാരി എന്താണ്? യക്കൂമു. യക്കൂമു, അവൻ നിൽക്കും. ഇനി അവർ രണ്ടുപേർ നിൽക്കും എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? യക്കൂമാനി. യക്കൂമു, യക്കൂമാനി. അപ്പൊ ആ കോളത്തിലുള്ളത് കൃത്യമായിട്ട് പഠിച്ചു പോവാ. ഓക്കെ. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പൂരിപ്പിക്കാനുണ്ടാവും. അതായത് പൂരിപ്പിക്കാൻ എന്ന് വെച്ചാൽ ഒരു 4 വേർഡ് ബ്രാക്കറ്റിൽ കൊടുക്കും, എന്നിട്ട് താഴെ ഡാഷ് ഇട്ടിട്ട് കൊടുക്കും. അതിൽ ഏറ്റവും സൂട്ടായി നോക്കി നമ്മൾ പൂരിപ്പിക്കാനാണ്. അപ്പൊ അദ്ദാരിസാനി, അദ്ദാരിസാനി അത്തദ്രീബ എന്നുണ്ട്. അദ്ദാരിസാനി ഡാഷ് അത്തദ്രീബ. അവിടെ എന്താണ് വരിക? യക്തുബാനി. എന്ത്? യക്തുബാനി. ഇനി ഹാമിദുൻ വഹാലിദുൻ ഡാഷ് അൽ ഖുർആന. അതായത് ഹാമിദും ഖാലിദും ഡാഷ് ഖുർആൻ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? യക്റആനി. യക്റൗ എന്നുള്ള ഈ ഖുർആൻ എന്നുള്ള പദത്തിന്റെ അടുത്ത് സാധാരണ വരെ എന്താണ്? യക്റൗ, ഖറഅ എന്നുള്ള പദങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി അത്താലിബാനി എൽ അബാനി. അത്താലിബാനി എൽ അബാനി. അടെന്ത്? ബിദ്ദുവാമത്തി. ബിദ്ദുവാമത്തി. അത് നമ്മൾ പഠിക്കാം. ഇനി ജുനൈദുൻ വനബീലുൻ. ജുനൈദുൻ വനബീലുൻ. പിന്നെ അൽ അസ്നാന. അവിടെ എന്താണ്? വൃത്തിയാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പൊ ഡാഷ് എന്നുള്ളിടത്ത് എന്താണ്? യുനദ്ദിഫാനി. യുനദ്ദിഫാനി. അപ്പൊ ഒന്നാമത്തത് എന്താണ്? യക്തുബാനി. രണ്ടാമത്തത് എന്താണ്? യഖ്റആനി. മൂന്നാമത്തത് ബിദ്ദുവാമത്തി. നാലാമത്തത് യുനദ്ദിഫാനി. യുനദ്ദിഫാനി. ആവശ്യം പഠിക്കാം. അപ്പൊ ഈ ബ്രാക്കറ്റിലുള്ളത് എടുക്കാം, എന്നിട്ട് അത് നമ്മൾ ഡാഷിലെടുത്ത് കൊടുക്കാം. അങ്ങനെയുള്ളതും നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അങ്ങനെയുള്ള ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പൊ മാദിയായ ഫീൽ എന്താണ്? മുദാരിയായ ഫീൽ എന്താണ്? അതിന്റെ മുസ്നദ്, അതിന്റെ മുഫ്രദ്, അതിന്റെ മുസന്ന. അതായത് അതിന്റെ ഏകവചനം, അത് രണ്ടാളുകൾക്ക് പറയുന്ന മോഡൽ. ഇനി ഓരോന്നും ബ്രാക്കറ്റിലെടുത്ത് നമ്മൾ എഴുതുന്ന ആ ഒരു മോഡൽ. അതൊക്കെയാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇനി അഫ്ദുൽ ജമാഅത്തി. ഈ അഫ്ദുൽ ജമാഅത്തിന്റെ അവിടെ പറയുന്നത് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഓൾറെഡി എന്ത് പറഞ്ഞു? മുഫ്രദ് ഗായിബ്, അതുപോലെ തസ്നിയ ഗായിബ് പറഞ്ഞു. അതിൽ മാദിയായ ഫീൽ പറഞ്ഞു, മുദാരിയായ ഫീൽ പറഞ്ഞു. ഇനി നമ്മൾ എന്ത് പറയാണ്ട്? ജമ്മ് പറയാണ്ട്. 3 ടൈപ്പാണ് ഞാൻ പറഞ്ഞു. ഇതൊക്കെയാണ് മുഫ്രദ്, മുസന്ന, ജമ്മ്. മുഫ്രദ് എന്ന് വെച്ചാൽ ഒരാള്, മുസന്ന എന്ന് വെച്ചാൽ 2 ആള്, ജമ്മ് എന്ന് വെച്ചാൽ 3ഓ അതിലധികമോ ആളുകൾ. അതിനേക്കാണ് ജം എന്ന് പറയാം. നമ്മൾ മുഫ്രദും മുസന്നയും കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു. ഈ പാഠത്തിൽ പറഞ്ഞ എന്താണ്? ജം ആണ്. ഈ പാഠത്തിൽ പറയുന്നത് എന്താണ്? ജം ആണ്. അപ്പൊ ജം, അതായത് ജം ഗായിബ്. ഈ ജം ഗായിബിന്റെ ആണ് ഈ പാഠത്തിൽ പറയുന്നത്. ഇപ്പൊ നോക്കിക്കോ, അഫ്ദുൽ ജമാഅത്തി, ജമാഅത്തിന്റെ ശ്രേഷ്ഠത, അതുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്? ജം ഗായിബിനെ പറ്റിയാണ് പറയുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. അതായത് ഖറജ, അവൻ പുറപ്പെട്ടു. ഖറജ, അവർ 2 ആളുകൾ പുറപ്പെട്ടു. ഖറജു, അവർ ഒരുപാട് പേർ പുറപ്പെട്ടു. ഇനി കത്തബ, അവൻ എഴുതി. കത്തബ, അവർ 2 പേർ എഴുതി. കത്തബു, അവർ ഒരുപാട് പേർ എഴുതി. അപ്പൊ കത്തബ എന്നുള്ളത് മുഫ്രദാണ്. കത്തബ എന്ന് എഴുതുമ്പോൾ അത് തസ്നിയായി. കത്തബു എന്ന് എഴുതുമ്പോൾ അത് ജം ആയി. ജം എന്ന് വെച്ചാൽ 3ഓ അതിലധികമോ ആളുകൾ ഉള്ളതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ജം എന്ന് വെച്ചാൽ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ. ഇവിടെ നോക്കിക്കോ, ഇപ്പുറത്തെ പാഠഭാഗം, അതായത് ഈ പാഠഭാഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നില്ല. ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്, ഈ പാഠം ഇതേപോലെ നമ്മൾ വായിച്ച് അത് പഠിക്കാം. ഒപ്പം അവിടെ വക്കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നിട്ട്, അതായത് 4ാമത്തെ പാഠത്തിൽ 12ാമത്തെ പേജ്, അതിന്റെ 3ാമത്തെ പാരാഗ്രാഫിൽ ഹദീസ് ഉണ്ട്. പറ്റുന്ന ആളുകൾ ആ ഹദീസ് കൂടി പഠിക്കുക. അത് ചിലപ്പോൾ പൂരിപ്പിക്കാൻ വരും. അതായത് സലാത്തുൽ ജമാഅത്തി, ജമാഅത്ത് നിസ്കാരം എന്നുള്ളത് തഫ്ലുലു അലാ സലാത്തി റജുലി, ഒരു പുരുഷന്റെ മേലില് ശ്രേഷ്ഠതയാണ്. വഹ്ദഹു, അവൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരു അവൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുക, ആ നിസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠതയാണ് ബിസബീം വൈശിരീന ദറജ, 27 ഇരട്ടി പ്രതിഫലം. അതായത് 27 ഇരട്ടി ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. അവൻ നമ്മൾ എന്താക്കാം? ഈ ഹദീസ് പഠിക്കാം. എങ്ങനെ? സലാത്തുൽ ജമാഅത്തി തഫ്ലുലു അലാ സലാത്തിർ റജുലി വഹ്ദഹു ബിസബീം വൈശിരീന ദറജ, ഒരു പുരുഷൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി ശ്രേഷ്ഠമാണ് അവൻ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത്. ആ വിഷയം പഠിക്കാം. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, താഴെ നോക്കാം. ആ ഭാഗം നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും. അതായത് 13ാമത്തെ പേജിന്റെ താഴെ അൽ മാദി വൽ അൽ മുലാരി 2 കോളം കാണുന്നു. അതിൽ മാലിയായ ഫീൽ മുഫ്രദ് ഉണ്ട്, മുസന്ന ഉണ്ട്, ജം ഉണ്ട്.
മുലാരിയായ ഫീലിൽ മുഫ്രദ് ഉണ്ട്, മുസന്ന ഉണ്ട്, ജം ഉണ്ട്. അതിൽ മാദിയായ ഫീൽ മുഫ്രദ് ഖറജ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ മുസന്ന എങ്ങനെയാണ്? ഖറജ. ആ മാദിയായ ഫീൽ ഒരു മുഫ്രദ് പറഞ്ഞിട്ട് അതിൽ മുസന്ന ആക്കണമെങ്കിൽ അവസാനം അലിഫാണ് കൂട്ടി കൊടുക്കേണ്ടത്. ഖറജ ഖറജ എന്നായി. ഇനി അതിന്റെ ജം ആക്കണമെങ്കിൽ ഖറജു എന്നായി. ഇനി അതേപോലെ മുലാരിയായ ഫീൽ യഖ്റുജു യഖ്റുജാനി യഖ്റുജൂന അങ്ങനെ. ഇനി കാന കാനാ കാനു, യകൂനു യകൂനാനി യകൂനൂന, ആ ഒരു മോഡലാണ് കൊടുക്കേണ്ടത്. അതായത് മാദിയായ ഫീൽ ആകുമ്പോൾ ആദ്യം ഇത് തസ്നിയാൽ അലിഫ് കൂട്ടി കൊടുക്കുക, ജമ്മിലേക്ക് വാവ് കൂട്ടി കൊടുക്കുന്ന മോഡല്. വാവിന് ശേഷം ഒരു അലിഫും കൂടി എഴുതണം, എഴുത്തിൽ എഴുതുമ്പോൾ ആവശ്യം ശ്രദ്ധിക്കുക. ഇനി മുലാരിയായ ഫീൽ ആകുമ്പോൾ യകൂന യകൂനു യകൂനു യകൂനാനി യകൂനാനി, തസ്നിയാന്റെ ഒരു നൂൻ എക്സ്ട്രാ വരും, യകൂനാനി. അതേപോലെ തന്നെ യകൂനൂന, അവിടെ ജമ്മിന്റെ അവിടെ വാവ് നൂന് രണ്ടു കൂട്ടിച്ചേർക്കാണ് വേണ്ടത്. അതേപോലെ തന്നെ ഫഅല, ഫഅലാന്റെ തസ്നിയ എന്ത് വരും? ഫഅല. ജം എങ്ങനെ വരും? ഫഅലു. ഫഅലാന്റെ മുലാരി എങ്ങനെ വരും? യഫ്അലു. അതിന്റെ തസ്നിയ എങ്ങനെ വരും? യഫ്അലാനി. അതിന് ജം എങ്ങനെ വരും? യഫ്അലൂന. ആ മോഡലിലാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കാം. ഇനി എല്ലാ പാഠഭാഗത്തും ഒരു മോഡൽ കൊടുത്തിട്ട് ഇപ്പൊ ഹാമിദുൻ ഡാഷ് അദ്ദർസ. ഹാമിദുൻ ഒരാൾ വന്നു, അപ്പൊ കത്തബ എന്നാ വേണ്ടേ? കത്തബൂന. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ മാത്രമാണുള്ളതെങ്കിൽ കത്തബ എഴുതാൽ മതി. ഹാമിദുൻ കത്തബ എന്നാണ് അവിടെ എഴുതേണ്ടത്. ഒരാൾ മാത്രമാണെങ്കിൽ കത്തബ എന്നാണ്. അപ്പോ ഇനി രണ്ടാളെ പേര് വന്നാലോ കത്തബ എന്ന് എഴുതേണ്ടി വരും. ഇനി ഒരുപാട് പേര് എന്ന് വെച്ചാൽ മൂന്നോ അതിലധികമോ ആളുകൾ, വിദ്യാർത്ഥികൾ എന്നുള്ള അർത്ഥത്തിൽ ജംഇന്റെ പദക്കം വന്നാൽ എന്താ എഴുതണം? കത്തബു എന്ന് എഴുതേണ്ടി വരും. മുലാരിയായ ഫീൽ അങ്ങനെ തന്നെയാണ്. ഇവിടെ ഹാമിദുൻ ഇവിടെ മുലാരിക്കാണ് എഴുതേണ്ടതെങ്കിൽ യക്തുബു, രണ്ടുപേരുണ്ടെങ്കിൽ യക്തുബാനി, ഒരുപാട് പേരുണ്ടെങ്കിൽ യക്തുബൂന. അത് നിങ്ങൾ ഇങ്ങനെ എഴുതാം. ഇനി നിങ്ങൾ ഈ ഓരോന്നിന്റെ ഉദാഹരണങ്ങളൊക്കെ മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അത്യാവശ്യ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇനി നിങ്ങളോട് ഉസ്താദുമാരോടൊക്കെ ചോദിച്ചാൽ അവരൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരും. എന്ന് മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്ത വിഷയം അമ്മത്തിൽ ഉമ്മു. അമ്മത്തിൽ ഉമ്മു എന്നുള്ള ഈ പാഠത്തിൽ പറയുന്നത് പ്രധാനമായിട്ടും മുഅന്നസ് ഗായിബിന്റെ സിയഹകളെ പറ്റിയാണ്. മുഅന്നസ് ഗായിബ് എന്ന് വെച്ചാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഹറജ എന്ന് പറയുമ്പോൾ അവൻ പോയി എന്നാണ് പറയാ. അവൻ എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇതുവരെ ഒരു പെണ്ണിന്റെ പേരോ അവൾ എന്നൊന്നും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ അവൻ എന്ന് പറയുമ്പോൾ അത് മുദക്കറാണ്. മുദക്കർ എന്ന് വെച്ചാൽ പുല്ലിംഗം, പുരുഷലിംഗത്തിനേക്കാണ് മുദക്കർ എന്ന് പറയാം. അതായത് ഒരു മെയിൽ എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു ബോയ് വന്ന് നമ്മൾ ഇവിടെ പദപ്രയോഗം നടത്തുമ്പോൾ അതിന് നമ്മൾ മുദക്കർ എന്നാണ് അറബിയിൽ പറയാം. മുദക്കർ എന്ന് വെച്ചാൽ ആണ്, അല്ലെങ്കിൽ പുല്ലിംഗം, പുരുഷലിംഗത്തിനേക്കാണ് മുദക്കർ എന്ന് ഉപയോഗിക്കാം. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഒന്നാണ് മുഅന്നസ്. മുഅന്നസ് എന്ന് വെച്ചാൽ എന്താണ്? സ്ത്രീലിംഗം. ഒരു ഫീമെയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗേള് വരുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട പദങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ് സ്ത്രീലിംഗം. അതിനേക്കാണ് മുഅന്നസ് എന്ന് പറയാം. ഇപ്പൊ നമ്മളിത് ഇവിടെ പറഞ്ഞത് ഹാമിദ് എഴുതിന ആണ്. ഇനി ഫാത്തിമ എഴുതിനാണെങ്കിലോ അത് സ്ത്രീലിംഗായി. ഫാത്തിമ എന്നുള്ളത് ഒരു പെണ്ണാണല്ലോ, അപ്പൊ സ്ത്രീലിംഗായി. അപ്പൊ അത് അവിടെ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടതുള്ളതാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. ഇപ്പൊ ആദ്യം നമുക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞു യക്കില ജുനൈദുൻ, ജുനൈദ് ഉണർന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ ഉമ്മ ഉണർന്നു, അല്ലെങ്കിൽ ഫാത്തിമ ഉണർന്നു, അല്ലെങ്കിൽ ആയിഷ ഉണർന്നു എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? യക്കിലത്ത്, യക്കിലത്ത്, യക്കിലത്ത് ഫാത്തിമ, ഫാത്തിമ ഉണർന്നു. യക്കിലത്തിൽ ഉമ്മു, ഉമ്മ ഉണർന്നു. യക്കിലത്തിൽ ഉമ്മു, ഉമ്മ ഉണർന്നു. യക്കിലത്ത് ഫാത്തിമ ഉണർന്നു. അത് മനസ്സിലാക്കാം. യക്കിലത്ത് ആയിഷ ഉണർന്നു. യക്കിലത്ത് ആയിഷ ഉണർന്നു. സല്ലത്ത് ഫാത്തിമ, ഫാത്തിമ നിസ്കരിച്ചു. സല്ലത്ത് ആയിഷ, ആയിഷ നിസ്കരിച്ചു. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ അർത്ഥം വരാം. അപ്പോ അവസാനം എന്താണ് കൊടുക്കേണ്ടത്? സുക്കൂനുള്ള താ ആണ് കൊടുക്കേണ്ടത്. ഒരു ഹറജ എന്നുള്ള ഫീല് മുദക്കർ മുഫ്രദാണ്. അതിനേക്ക് സുക്കൂനുള്ള താ കൊടുത്താൽ മുഅന്നസ് മുഫ്രദായി. അതിന്റെ അവസാനത്തിൽ സുക്കൂനുള്ള താ കൊടുത്താൽ മുഅന്നസ് മുഫ്രദായി. ഫഅല അവൻ ചെയ്തു. ഫഅലത്ത് നായാൽ അവൾ ചെയ്തു. കതബ അവൻ എഴുതി. കതബത്ത് നാകുമ്പോ അവൾ എഴുതി എന്നുള്ള അർത്ഥമാണ്. അത് അവസാനം സുക്കൂനുള്ള താ കൊടുത്താൽ അത് മുഫ്രദ് മുഅന്നസിൽ നിന്നും സുക്കൂനുള്ള താ കൊടുത്താൽ മുദക്കർ മുഅന്നസിൽ നിന്നും മുഫ്രദ് മുഅന്നസിലേക്ക് മാറ്റി. അപ്പോ ഒരു മാലിയായ ഫീല് അതിന്റെ അവസാനത്തിൽ സുക്കൂനുള്ള താ കൊടുത്താൽ അതെന്തായി? മുഅന്നസായ ഫീലായി, മുഫ്രദ് മുഅന്നസായ ഫീലായി.
നിങ്ങൾക്ക് ശേഷം ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. അതായത് താഴെ നോക്കുക എല്ലാ ആളുകളും. ഞാൻ ആദ്യം ഉദാഹരണം പറഞ്ഞിട്ട് പിന്നെ കൂടുതൽ വിഷയം പറയുന്നത് നിങ്ങൾ കുറെ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. താഴെ നോക്കാം. മാലി മുലാരി 2 കോളം ഉണ്ട്. അതിലെ കറഅത്ത്, കറഅത്ത, കറൈന ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കറഅത്തിന്റെ അർത്ഥം എന്താണ്? കറഅത്ത് അവൾ ഓതി, കറഅത്ത അവർ 2 സ്ത്രീകൾ ഓതി എന്നുള്ളതാണ്. കറൈന അവർ ഒരുപാട് സ്ത്രീകൾ ഓതി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കറഅ അവൻ ഓതി, കറഅ അവർ 2 പുരുഷന്മാർ ഓതി, കറഉ അവർ ഒരുപാട് പുരുഷന്മാർ ഓതി, കറഅത്ത് അവൾ ഒരു സ്ത്രീ ഓതി, കറഅത്ത അവൾ 2 സ്ത്രീകൾ ഓതി, കറൈന അവർ ഒരുപാട് സ്ത്രീകൾ ഓതി. ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം വരിക. ഇവിടെ പ്രധാനമായിട്ടും ഒരു മുഅന്നസായ ഒരു വേർഡ്, മുഅന്നസ് എന്ന് വെച്ചാൽ ഒരു സ്ത്രീകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേർഡ്. ഇപ്പൊ ഫാത്തിമ എഴുതിനാണെങ്കിൽ ഫാത്തിമത്തുൻ, ഫാത്തിമ കത്തബത്ത്, അല്ലെങ്കിൽ കത്തബത്ത് ഫാത്തിമ എന്ന് എഴുതിയാല് ഫാത്തിമ എഴുതി എന്നായി. ഈ വിഷയം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാനേ നിങ്ങൾ 19ാമത്തെ പേജ് എടുക്കാം. അതില് മാലി, അതുപോലെ മുലാരി, അതിന്റെ മുദക്കർ മുഅന്നസ് ഓരോന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ഒറ്റ ഒരു കോളം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് മുദക്കറിന്റെ ജലസ, ജലസ എന്ന് പറയുമ്പോൾ അവൻ ഇരുന്നു, ജലസ അവർ 2 പുരുഷന്മാർ ഇരുന്നു, ജലസു അവർ ഒരുപാട് പുരുഷന്മാർ ഇരുന്നു. ഇനി മുഅന്നസ്, മുഅന്നസ് അറിയുമ്പോൾ ഒരു സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുന്നതാണ്. ജലസത്ത് അവൾ ഇരുന്നു, ജലസത്ത അവർ 2 സ്ത്രീകൾ ഇരുന്നു, ജലസ്ന അവർ ഒരുപാട് സ്ത്രീകൾ ഇരുന്നു. ഇനി മുലാരിലേക്ക് വരുമ്പോൾ അതിന്റെ മുദക്കർ യജ്ലിസു അവൻ ഇരിക്കും, യജ്ലിസാനി അവർ 2 പുരുഷന്മാർ ഇരിക്കും, യജ്ലിസൂന അവർ ഒരുപാട് പുരുഷന്മാർ ഇരിക്കും. ഇനി അതിന്റെ തന്നെ മുഅന്നസ് അതായത് സ്ത്രീകളാണെങ്കിൽ തജ്ലിസു അവൾ ഇരിക്കും, തജ്ലിസാനി അവർ 2 സ്ത്രീകൾ ഇരിക്കും, യജ്ലിസ്ന അവർ ഒരുപാട് സ്ത്രീകൾ ഇരിക്കും. അപ്പൊ ഈ ഒരു മോഡൽ നമ്മൾ പഠിച്ചു വെക്കാം. ഓക്കെ. എന്നിട്ട് അപ്പോൾ ഒരു പെണ്ണാണെങ്കിൽ മാലിയായ ഫീലാണെങ്കിൽ അവസാനം ഒറ്റ പെണ്ണാണെങ്കിൽ ലാസ്റ്റ് സുക്കൂനുള്ള ത് കൊടുത്തിട്ടാണ് പറയാം. അപ്പോ ജലസ ജലസത്ത് എന്നാകും. ഇനി മുലാരിയായ ഫീലാണെങ്കിൽ ആദ്യത്തിലും ഇത് ഒരു സ്ത്രീ ഉണ്ടാകുമ്പോൾ, ഒരു പുരുഷനാണെങ്കിൽ ആദ്യത്തിൽ യാ ആണ് കൊടുക്കുക, യജ്ലിസു എന്നാണ് അപ്പൊ ആവുക. ഒരു സ്ത്രീ ആണെങ്കിൽ താ ആണ് കൊടുക്കുക, അപ്പൊ തജ്ലിസു എന്നാണ് വരിക. ആവശ്യം മനസ്സിലാക്കാം. പിന്നെ 2 സ്ത്രീകളും 3 സ്ത്രീകളൊക്കെയാണ് ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത്, അതൊക്കെ പഠിക്കാം. അപ്പം അതിന് മുമ്പ് കുറച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിലും അതേപോലെ തന്നെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, അൽ ഉമ്മുൽ ബാഹത്ത ബിൽ മിക്നസ. ഇവിടെ അൽ ഉമ്മുൽ ബാഹത്ത ബിൽ മിക്നസ എന്നുള്ള ഇവിടെ നവഫത്ത് അക്കല ഈ 2 പദം കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഉമ്മ എന്നുള്ളിടത്ത് ഒരിക്കലും ഉണ്ടാവില്ല. നമുക്ക് ഇതിന്റെ അർത്ഥം ഒന്നും അറിയുന്നില്ല അതിനെ വെക്കാം, എന്നാൽ നമുക്ക് ഇത് എഴുതാൻ പറ്റും. അതായത് ഈ അക്കല എന്നുള്ളത് ഒരിക്കലും ഉമ്മാക്ക് ഉപയോഗിക്കില്ല. ഉമ്മാക്കപ്പ് നമ്മൾ ഉപയോഗിക്കുക എന്താണ്? അക്കലത്ത് എന്നാണ്. അപ്പൊ ഇവിടെ നല്ലഫത്തിന്റെ അടുത്ത് നല്ലഫത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഉമ്മ അല്ലെങ്കിൽ ഫാത്തിമ, ആയിഷ എന്നുള്ള ഒക്കെ വന്നാൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി? അവിടെ സുക്കൂനുള്ള താ ഉണ്ട്, ഒന്നിൽ സുക്കൂനില്ലാത്ത താ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്നും അർത്ഥം ഒന്നും അറിയുന്നില്ലെങ്കിൽ ആ സുക്കൂനുള്ള താന്റെ വേർഡ് നമ്മൾ എന്താക്കുക, ആദ്യം കൊടുക്കുക. അപ്പൊ ഇവിടെ എന്താണ് വരാ? നല്ലഫത്ത് എന്നാണ് ഇവിടെ വരാ. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചു പോവാ. പ്രധാനമായിട്ടും അതിന്റെ അർത്ഥമൊക്കെ പഠിക്കുക. ഇനി ഇൻ കേസ് അതിന്റെ അർത്ഥമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ ഗൈഡും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. അതിലേക്ക് ഞാൻ ഇതിന്റെ ഗൈഡൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നതാണ്. ഇനി അതുമാത്രമല്ല, ഇതിന്റെ ഓരോ പാഠത്തിന്റെയും പേജസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നതാണ്. നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി അതിൽ വളരെ അത്യാവശ്യം വന്നാൽ അതിൽ അഡ്മിനിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. ആ ഗ്രൂപ്പിൽ അഡ്മിനിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങളുടെ ഉസ്താദ്മാരോടൊക്കെ ചോദിച്ചാൽ അതിന് ഉസ്താദ്മാർ തന്നെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇനി നമ്മൾ 6ാമത്തെ പാഠത്തിലേക്ക് വരാണെങ്കിൽ, അതായത് നസ്ഹബു സരി എന്നുള്ള ഈ 6ാമത്തെ പാഠം, ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാം, ഒരു മുഹാത്തബിനെ പറ്റിയിട്ട്, മുത്തക്കല്ലീമിനെ പറ്റിയിട്ടാണ്. അപ്പൊ എന്താണ് മുഹാത്തബ്, എന്താണ് മുത്തക്കല്ലീം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. മുഹാത്തബ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഉള്ള ആള്, നമ്മൾ സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ആളുകൾ. അതിപ്പോൾ നീ ഒരു പുരുഷൻ, അല്ലെങ്കിൽ നിങ്ങൾ 2 പുരുഷന്മാർ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പുരുഷന്മാർ, അല്ലെങ്കിൽ നീ ഒരു സ്ത്രീ, അല്ലെങ്കിൽ നിങ്ങൾ 2 സ്ത്രീകൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ത്രീകൾ, ഇങ്ങനെയുള്ളതിനൊക്കെയാണ് മുഹാത്തബ് എന്ന് പറയാം.
ഇനി മുത്തക്കല്ലിം എന്ന് വെച്ചാൽ ഈ സംസാരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ, ഞങ്ങൾ കൂട്ടം സംസാരിക്കുമ്പോൾ ഈ ഞങ്ങൾ, അപ്പൊ ഞാൻ ചെയ്തു അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തു, ഞാൻ എഴുതി, ഞങ്ങൾ എഴുതി, ഇങ്ങനെയുള്ളതിനൊക്കെയാണ് മുത്തക്കല്ലിം എന്ന് പറയാം. അപ്പോൾ മുഹാത്തബ് മുത്തക്കല്ലിമാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. അത് നമ്മൾ ഈ പാഠം വായിച്ചു നോക്കുമ്പോൾ ഈ ചുവപ്പക്ഷരത്തിൽ കൊടുത്ത ഓരോന്നും അതിനൊക്കെയുള്ള ഓരോ ഉദാഹരണങ്ങളാണ്. ഇത് ഞാനിങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഈ പാഠഭാഗത്തിൽ തദക്കർ എന്നുള്ള ഇവിടെ എടുക്കുകയാണെങ്കിൽ തദക്കർ, കറായുത്ത, അഹസ്തി, ഇവിടെ നോക്കോ, കറായുത്താന്റെ അർത്ഥം എന്താണ്? കറായുത്ത, നീ വായിച്ചു, നീ ഒരു പുരുഷൻ വായിച്ചു. ഇനി കറായുത്തി എന്ന് അവിടെ പറയുകയാണെങ്കിൽ നീ ഒരു സ്ത്രീ വായിച്ചു എന്നുള്ളതാണ്. ഇനി അഹസ്തി എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ ഫഅൽത്തി എന്ന് പറഞ്ഞാലും അങ്ങനെ നമ്മൾ തീ കൊടുത്ത് പറയുമല്ലോ. ഇങ്ങനെയുള്ള ഓരോന്നും പറയുകയാണെങ്കിൽ, അതായത് ഫഅൽത്തി എന്നാണെങ്കിലും അഹസ്തി എന്നുള്ളതാണെങ്കിലും ഇനി അതേപോലെ തന്നെ കതബ്തി എന്നുള്ളതാണെങ്കിലും ഒക്കെ ആ താക്ക് പകരം തീ കൊടുക്കുകയാണെങ്കിൽ അതൊരു പെണ്ണിന്ന് സൂചിപ്പിക്കാനാണ്. അപ്പൊ നീ ഒരു സ്ത്രീ ചെയ്തു എന്നുള്ള അർത്ഥത്തിലേക്കാണ്. അപ്പൊ നോക്കോ, ഹുമാ ഫീലാനി, ഈ രണ്ട് പറഞ്ഞതും, ഈ കറത്ത എന്ന് പറഞ്ഞതും അഹത്തി എന്ന് പറഞ്ഞതും ഒക്കെ രണ്ട് ഫീലുകളാണ്. മാലിയാനി, രണ്ട് മാലിയായ ഫീലുകളാണ്. അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യത്തിന്റെ മേൽ അറിയിക്കുന്ന ഫീലുകളാണ്. നമ്മൾ അതൊക്കെ പറഞ്ഞു. മാലിയായ ഫീൽ എന്ന് വെച്ചാൽ പാസ്റ്റ് ടെൻസിന്റെ മേൽ അറിയിക്കുന്നതാണ്. ലിൽ മുഫ്രദിൽ മുഹാത്തബി, മുഫ്രദ് മുഹാത്തബിനിക്കുള്ള മാലിയായ ഫീലാണ്. ആ മുഫ്രദ് മുഹാത്തബ് എന്ന് വെച്ചാൽ എന്താണ്? മുഫ്രദ് എന്ന് വെച്ചാൽ ഒരാള്, മുഹാത്തബ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഉള്ള നിങ്ങൾ, നീ എന്ന് സൂചിപ്പിക്കുന്ന ഒരാൾ. അപ്പൊ നിലവിൽ ഇവിടെ ഉള്ള ആള്. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ നീ എന്ന് സൂചിപ്പിക്കും നിലവിൽ ഉള്ള ആൾ. അപ്പൊ അതിനിക്കുള്ള മുഫ്രദായ ഫീലാണ്. അപ്പൊ രണ്ട് ഉദാഹരണം കൊടുത്തത് എനിക്കാണ്. ഒന്ന് മുദക്കറായ ഉദാഹരണം, രണ്ടാമത്തത് മുഅന്നസായ ഉദാഹരണമാണ്. ഇനി കറായുത്തുമ കതബ്തുമ, കറായുത്തുമ അതായത് കറായുത്തുമ ഒരു പെണ്ണ് ഓതിയാലും രണ്ട് പുരുഷന്മാർ ഓതിയാലും രണ്ട് സ്ത്രീകൾ ഓതിയാലും അത് രണ്ടാളുകൾ മുമ്പിലുണ്ടാകുമ്പോൾ നിങ്ങൾ രണ്ട് പുരുഷന്മാർ അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് സ്ത്രീകൾ എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ വേർഡാണ് ഉപയോഗിക്കുക. ഫഅൽതുമ മോഡല് അല്ലെങ്കിൽ കറായുത്തുമ അല്ലെങ്കിൽ കതബ്തുമ മോഡല്. കറായുത്തുമ നിങ്ങൾ രണ്ട് പുരുഷന്മാർ ഓതി, ഇതേ ഇതിനൊക്കെ എന്ത് വരും? നിങ്ങൾ രണ്ട് സ്ത്രീകൾ ഓതി എന്നുള്ളതും ഇതേ അർത്ഥത്തിലാണ്. കതബ്തുമ നിങ്ങൾ രണ്ട് പുരുഷന്മാർ എഴുതി, കതബ്തുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ എഴുതി, ഇത് ഒറ്റ വേർഡാണ്. അപ്പൊ ഹുമ ഇവ രണ്ടും ഫീലാനി മാലിയാനി ലിൽ മുസന്നൽ മുഹാത്തബി, തസ്നിയ മുഹാത്തബിനിക്കുള്ള ഫീലുകളാണ്. അപ്പൊ തസ്നിയ മുഹാത്തബ് മാലിയായ ഫീലുകളാണ്. ഇവിടെ മുദക്കർ വന്നാലും മുഅന്നസ് വന്നാലും ഒരേപോലെയാണ് പറയാ. ഇനി നിങ്ങൾ ഒരുപാട് പുരുഷന്മാർ എഴുതിയെന്ന് എങ്ങനെയാണ് പറയാ? കതബ്തും. നിങ്ങൾ ഒരുപാട് പുരുഷന്മാർ ഓതിന്ന് എങ്ങനെയാണ് പറയാ? കറായുത്തും. അപ്പൊ കതബ്ത, കതബ്തുമ, കതബ്തും. കറായുത്ത, കറായുത്തുമ, കറായുത്തും. ഒരുപാട് എന്ന് വെച്ചാൽ മൂന്നോ അതിലധികമോ ആളുകൾ ഉണ്ടെങ്കിൽ കതബ്തും എന്നാണ് പറയാ. അപ്പൊ ഇനി അതേപോലെ തന്നെ സ്ത്രീകളാണെങ്കിലോ കറായുത്തി, കറായുത്തുമ, കറായുത്തുന്ന എന്നാണ് പറയാ. അപ്പൊ കതബ്തി, കതബ്തുമ, കതബ്തുന്ന. അപ്പൊ നിങ്ങൾ ഒരുപാട് സ്ത്രീകൾ എഴുതി അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ത്രീകൾ ഓതി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തുന്ന ചേർത്തിട്ടാണ് അവസാനം പറയാം. അപ്പൊ കറായുത്തുന്ന നിങ്ങൾ ഒരുപാട് സ്ത്രീകൾ ഓതി, കതബ്തുന്ന നിങ്ങൾ ഒരുപാട് സ്ത്രീകൾ എഴുതി എന്നൊക്കെ അർത്ഥം വരും. അപ്പൊ ഹുമ ഇവ രണ്ടും, അതായത് ഫീലാനി മാലിയാനി മാലിയായ ഫീലുകളാണ്. ലിൽ ജംഇൽ മുഹാത്തബി ജംഉ മുഹാത്തബിനിക്കുള്ള മാലിയായ ഫീലുകളാണ്. അപ്പൊ ജംഉ മുഹാത്തബ് എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞത് എന്തിനിക്കാണ്? കതബ്തും എന്നുള്ളത് എന്തിനൊക്കെ ഉദാഹരണമാണ്? ജംഉ മുഹാത്തബിന്റെ മുദക്കറിനിക്കുള്ള ഉദാഹരണമാണ്. ഇനി കറായുത്തുന്ന എന്ന് പറയുമ്പോൾ മുഅന്നസിനിക്കുള്ള ഉദാഹരണമാണ്. ഇനി തജീഉ, അതേപോലെ തന്നെ തജ്ലിസീന. തജീഉവിന്റെ അർത്ഥം എന്താണ്? തജീഉ നീ ഒരു പുരുഷൻ വരും, തജ്ലിസീന നീ ഒരു സ്ത്രീ വരും എന്നുള്ളതാണ്. തജ്ലിസീന നീ ഒരു സ്ത്രീ വരും എന്നുള്ളതാണ്. ഇത് എന്താണ്? മുദാരിയായ ഫീലാണ്, മുഫ്രദായ ഫീലാണ്, ഒപ്പം മുഹാത്തബായ ഫീലാണ്. അപ്പോ തക്തുബു എന്ന് വെച്ചാൽ നീ എഴുതും. ഒരു പുരുഷനോട് പറയാ തക്തുബു നീ എഴുതും. ഇനി നീ ഒരു സ്ത്രീ എഴുതുന്ന എങ്ങനെയാണ് പറയാ? തക്തുബീന. എങ്ങനെ? തക്തുബീന. ഇനി നീ ഒരു സ്ത്രീ ഇരിക്കുന്ന എങ്ങനെയാണ് പറയാ? തജ്ലിസീന. തജ്ലിസു നീ ഒരു പുരുഷൻ ഇരിക്കും, തജ്ലിസീന നീ ഒരു സ്ത്രീ ഇരിക്കും എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അവസാനം ഇപ്പോ തഫ്അലു നീ ഒരു പുരുഷൻ ചെയ്യും, തഫ്അലീന എന്നാണ് പറയാ. നീ ഒരു സ്ത്രീ ചെയ്യും എന്നുള്ളതിന് ഉദാഹരണമായിട്ട്. അപ്പോൾ ആദ്യം പറഞ്ഞത് മുഹാത്തബ് മുഫ്രദിനിക്ക് ഉദാഹരണമാണ്. ഇനി ഇവിടെയും നേരത്തെ നമ്മൾ തസ്നിയ പറയുമ്പോൾ ആ രണ്ടാളടുത്ത് പറയുമ്പോൾ രണ്ട് അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ഒരേ മോഡലാണ് പറഞ്ഞത്. അതേപോലെ മുദാരിയായ ഫീൽ അതേപോലെ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും വായിക്കുന്ന എങ്ങനെയാണ് പറയാ? നിങ്ങൾ രണ്ടുപേരും വായിക്കുന്ന എങ്ങനെയാണ് മുദാരിയായ ഫീൽ പറയാ?
അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എഴുതുന്ന എങ്ങനെയാണ് പറയാ? തക്തുബാനി. നിങ്ങൾ രണ്ട് പുരുഷന്മാർ എഴുതും. തക്തുബാനി നിങ്ങൾ രണ്ട് സ്ത്രീകൾ എഴുതും. രണ്ടും ഒരേ മോഡലാണ് പറയാ. അപ്പൊ തസ്നിയാണെങ്കിൽ രണ്ടും ഒരേ മോഡലാണ് പറയാ. ഇനി അതേപോലെ തന്നെ തക്റഊന നിങ്ങൾ ഒരുപാട് പുരുഷന്മാർ വായിക്കും. അല്ലെങ്കിൽ തക്തുബൂന നിങ്ങൾ ഒരുപാട് പുരുഷന്മാർ എഴുതും. അപ്പോ തക്തുബൂന തഫ്അലൂന എന്ന മോഡലാണ് പുരുഷന്മാരാണെങ്കിൽ പറയുക ജമ്മിന്റെ അവിടെ. സ്ത്രീകളാണെങ്കിലോ തക്തുബ്ന തഫ്അൽന തക്തുബ്ന. ഇവിടെ വ്യത്യാസമുണ്ട്. തഫ്അൽന തക്തുബ്ന മോഡലാണ് സ്ത്രീകൾക്ക് പറയാം. നിങ്ങൾ ഒരുപാട് സ്ത്രീകൾ എഴുതും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ത്രീകൾ വായിക്കും, നിങ്ങൾ ഒരുപാട് സ്ത്രീകൾ ചെയ്യും എന്നുള്ളതൊക്കെ വരുമ്പോൾ. ഇനി നോക്കോ, ഞാൻ ചെയ്തു, ഞാൻ വായിച്ചു. ഫഅൽതു അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഞാൻ തന്നെയാണല്ലോ പറയാം. അപ്പൊ ഫഅൽതു ഇതാണ് മുത്തക്കല്ലിം. ഫഅൽതു ഞാൻ ചെയ്തു, ഖറഅതു ഞാൻ വായിച്ചു. അതൊക്കെ വരുമ്പോ ഞാൻ എന്നുള്ള അർത്ഥം വരുമ്പോ അവസാനം തൂ ചേർത്തിട്ടാണ് പറയാം. ഇനി ഞങ്ങൾ എന്നാണെങ്കിലോ ഖറഅന ഞങ്ങൾ വായിച്ചു, കതബന ഞങ്ങൾ എഴുതി, സഹബിന ഞങ്ങള് പോയി. അപ്പൊ സഹബിന അവസാനം നാക്ക് ചേർത്തിട്ട് പറഞ്ഞു, നാക്ക് അലിഫ് കൊടുത്തിട്ട് പറഞ്ഞാൽ എന്തായി? സഹബിന കതബിന. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തായി? ജമ്മു മുത്തകലിമായി ഞങ്ങൾ ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ നിൽക്കാൻ. ഇനി ഞാൻ ചെയ്യും എന്നുള്ള അർത്ഥം വരൂലേ, മുദാരിയായ ഫീൽ വരൂലേ. അപ്പൊ എന്താണ് പറയാ? അഫ്അലു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അക്തുബു ഞാൻ എഴുതും, അക്റഉ ഞാൻ വായിക്കും എന്നുള്ളതാണ്. ഞങ്ങൾ വായിക്കും, ഞങ്ങൾ ചെയ്യുന്ന അറിയൂലേ, ജമ്മു പറയൂലേ. അപ്പൊ എന്താണ് പറയാ? നക്റഉ ഞങ്ങൾ വായിക്കും, നക്തുബു ആദ്യം നാ കൊടുക്കാണ് പറയാ. അപ്പൊ ആ കൊടുക്കുമ്പോൾ എന്താണ്? വാഹിദാൻ മുത്തകല്ലിമാണ്. നാ കൊടുത്താൽ എന്താണ്? ജമ്മു മുത്തകല്ലിമാണ്. അപ്പോ നക്റഉ ഞങ്ങൾ വായിക്കും എന്നുള്ള അർത്ഥമൊക്കെയാണ്. നഫ്അലു ഞങ്ങൾ ചെയ്യും എന്നുള്ള അർത്ഥമൊക്കെയാണ്. അപ്പോ നിങ്ങൾ ഇതിന് ശേഷം അവിടെ നുജീബു എന്ന് പറഞ്ഞിട്ട് ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ട് 23-ാമത്തെ പേജിലുണ്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. അതായത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അതായത് ഹൽ ഖറഅത്തിൽ ഖുർആന സബാഹൻ രാവിലെ നീ ഖുർആൻ ഓതിയോ എന്നുള്ളതാണ് അവിടെ ചോദ്യം. അപ്പൊ ഞാൻ ഓതി. ഖറഅത്തുൽ ഖുർആന സബാഹൻ രാവിലെ ഞാൻ ഖുർആൻ ഓതി. ആ ഒരു മോഡൽ ഇത് നമ്മൾ ഒരു പ്രത്യേക മോഡലാണ്. പറ്റുന്നവർ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാൻ ഓതി. ഖറഅത്തുൽ ഖുർആൻ ഞാൻ ഓതി, സബാഹൻ രാവിലെ ഓതി. ഇനി മത്താ തഖൂമിനോ ഉറക്കിൽ നിന്ന് നീ എപ്പോഴാണ് ഉണരുക? ആ ഒരു മോഡൽ ഉറക്കിൽ നിന്ന് നീ എപ്പോഴാണ് ഉണരുക? അപ്പോ എന്താണ്? അവിടെ നമ്മൾ തക്കൂമിന്റെ അവിടെ നീ എപ്പോഴാണ് ഉണരുക എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്? തക്കൂമിന് ഇവിടെ എന്താണ്? അക്കൂമു ഞാൻ ഉണരും, മിന്നോമി ഉറക്കിൽ നിന്ന് ഉണരും. ആ ഒരു മോഡലായിട്ട് ഈ വിഷയം നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ. ഇനി അൽഹിബാറു എന്നുള്ള ഒരു പാഠത്തിൽ ഒരു കോൺവെർസേഷൻ ആണ്, ഒരു സംഭാഷണമാണ്. ഈ സംഭാഷണം പ്രധാനമായിട്ട് നമ്മളോട് സൂചിപ്പിക്കുന്നത് നീ, ഞാൻ, ഈ നമ്മൾ ഇതുവരെ പഠിച്ചത് മുഹാത്തബ് അതേപോലെ തന്നെ മുത്തക്കല്ലിം, ഈ ഒരു മോഡൽ ഒന്നും കൂടെ നമുക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നോക്കിക്കോ, അനസ് പറയാണ് അസ്സലാമു അലൈക്കും യാ ഖാലിദ് എന്നിട്ട് പറഞ്ഞിട്ട് വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖാലിദ് സലാം അടക്കി. അപ്പോ അനസ് പറയാണ് ഇലാ ഐന തസ്ഹബു യാ ഖാലിദ്. ഇലാ ഐന എവിടേക്കാണ്, തസ്ഹബു നീ പോകുന്നത്, യാ ഖാലിദ് എവിടേക്കാണ് നീ പോകുന്നത് എന്ന് അനസ് ചോദിക്കാൻ. അപ്പൊ ഖാലിദ് എന്താണ് പറയാ? അസ്ഹബു ഞാൻ പോകുന്നു, ഇലസൂക്കി ഷോപ്പിലേക്ക്, ഇലസൂക്കി അങ്ങാടിയിലേക്ക്. അപ്പോ തസ്ഹബു നീ എവിടേക്കാണ് പോകുക, തസ്ഹബു നീ പോകുന്നത്, അസ്ഹബു ഞാൻ പോകുന്നു. അപ്പൊ തസ്ഹബു എന്ന് പറയുമ്പോൾ അവർ മുഹാത്തബാണ്, അസ്ഹബു എന്ന് പറയുമ്പോൾ അത് മുത്തല്ലിമാണ്. ആ വിഷയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷമുള്ളതൊക്കെ നമ്മളൊന്ന് പഠിക്കാം. ഓക്കെ. ഈ കോൺവെർസേഷനൊക്കെ നമ്മൾ പഠിക്കേണ്ടത് ഇതിന്റെ മുഹാത്തബ് അതേപോലെ തന്നെ മുത്തക്കല്ലിം ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് 8-ാമത്തെ പാഠത്തിൽ പറയുന്നത് ഇവിടെ എണ്ണങ്ങൾ എണ്ണാനാണ് പഠിപ്പിക്കുന്നത്. അതായത് ഇപ്പോ വാഹിദ്, ഇസ്നാനി, അതേപോലെ സലാസത്തു, അർബാത്തു, ഹംസത്തു, ഇത് നമ്മൾ 1 2 3 4 5 എണ്ണല്ലേ, ആ ഒരു മോഡലാണ്. അപ്പോൾ ഈ കലം എന്ന് വെച്ചാൽ എന്താണ്? കലമുൻ പേന, കലമുൻ വാഹിദുൻ ഒരു പേന, കലമാനിസ്നാനി 2 പേനകൾ. അപ്പൊ ഈ കലമാനിസ്നാനി അക്കലാമീൻ, അപ്പൊ 3 അതിലധികമോ വന്നാല് പിന്നെ പറയുന്നതൊക്കെ അക്കലാമീൻ പേനകൾ എന്നാണ്. അപ്പൊ കലമാനി അക്കലാം. കലം എന്ന് വെച്ചാൽ ഒരു പേന, കലമാനി 2 പേനകൾ, അക്കലാം എന്ന് വെച്ചാൽ ഒരുപാട് പേനകൾ. അപ്പൊ സലാസത്ത് അക്കലാമീൻ, അർബാത്ത് അക്കലാമീൻ, ഹംസത്ത് അക്കലാമീൻ. അങ്ങനെ ഇത് 3 അതിലധികമോ വന്നാൽ പിന്നെ അവിടെ എല്ലാം സെയിം ആണ് വരാ. ഇതിന്റെ ഇപ്പുറത്ത് നോക്കിക്കോ നിങ്ങൾ, മിദല്ലത്തുൻ വാഹിദത്തുൻ, മിദല്ലത്താനി ഇസ്നത്താനി, പിന്നെ സലാസു മിദല്ലാത്തിൻ, പിന്നെ അർബ മിദല്ലാത്തിൻ, ഹംസു മിദല്ലാത്തിൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ ഈ കലം എന്ന് വെച്ചാൽ ഒരു മുഫ്രദായ വീടാണ്. അവിടെ വാഹിദ്, ഇസ്നാനി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നോക്കിക്കോ സലാസത്തു അർബാത്തു. അവിടെ സലാസത്തു അർബാത്ത് എന്ന് പറയുമ്പോൾ അവിടെ
ഇത് വേർഡ് മുഫ്രദാകുമ്പോൾ അവിടെ എണ്ണത്തിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഹാത്ത കൊടുത്തിട്ടുണ്ട്. വേർഡ് മുഫ്രദാകുമ്പോൾ എണ്ണത്തിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഹാത്ത കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇപ്പുറത്ത് നോക്കിക്കോ, മിദല്ലത്ത് വാഹിദത്ത്, മിദല്ലത്താനി ഇസ്നത്താനി, സലാസു മിദല്ലാത്ത് എന്ന് പറയുമ്പോൾ ഈ മിദല്ലാത്ത് എന്ന് പറയുന്ന വേർഡ് എന്താണ്? മുഅന്നസാണ്. പക്ഷെ പിന്നെ സലാസു, അർബഉ, ഹംസു ഇവിടൊക്കെ എന്താ കൊടുത്തിട്ടില്ല? ഇത് ഹാത്ത സോറി ഇവിടെ കൊടുത്തിട്ടില്ല, ഹാത്ത കൊടുത്തിട്ടില്ല. അപ്പോ 3 പേനകൾ. അപ്പൊ സലാസത്തു അക്ലാമി എന്നാണ് ഇതേണ്ടത്. മിദല്ലാത്തിന് ഇതുപോലെ മിദല്ലാത്ത് പോലെ മുഅന്നസായ വേർഡുകൾ വന്നാൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടതില്ല? ഹാത്ത കൊടുക്കേണ്ടതില്ല. അപ്പൊ സലാസു മാത്രമാണ് എഴുതേണ്ടത്. സലാസു മിദല്ലാത്തിൻ എന്ന് മാത്രമാണ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പൊ നോക്കിക്കോ, കിതാബുൻ വാഹിദുൻ, ഇനി സയ്യാറത്തുൻ വാഹിദത്തുൻ എന്നാണ്. ഇനി കുർസിയത്താൻ ഇസ്നാനി, താവിലത്താൻ ഇസ്നത്താനി. അപ്പൊ ഇവിടെ ജംഇലേക്ക് വരും, ഇത് മുഅന്നസിലേക്ക് വരുമ്പോ വാഹിദ് വാഹിദത്താവും, അതേപോലെ ഇസ്നാനി ഇസ്നത്താനിയാകും, പിന്നെ സലാസത്തു സലാസ്, അർബാത്തു അർബ, അങ്ങനെയായിട്ടാണ് മാറാ. ആവശ്യം മനസ്സിലാക്കുക. അതായത് 1ലും 2ലും ഇവിടെ 1ന് അവസാനം ഹാത്ത കൊടുക്കും, 2ന് പിന്നെ ഇസ്നാനി എന്നുള്ളത് ഇസ്നത്താനി എന്ന് ഉപയോഗിക്കും മുഅന്നസിൽ, മുദക്കറിൽ ഇസ്നാനി എന്നുള്ളത് മുഅന്നസിൽ ഇസ്നത്താനി എന്ന് ഉപയോഗിക്കും. ഇനി ജംഇല് ഇവിടെ സലാസത്ത് എന്നുള്ളത് അവിടേക്ക് വരുമ്പോൾ സലാസ് എന്ന് മാത്രമായിട്ട് മാറും. പിന്നെ 4, 5ലൊക്കെ ഇവിടെ ഹാത്ത ഉണ്ടാവും, അവിടേക്ക് വരുമ്പോൾ ഹാത്ത ഉണ്ടാവില്ല. ആവശ്യം നമ്മൾ മനസ്സിലാക്കാം. ഇനി 9ാമത്തെ പാഠത്തിൽ ഹിജ്രിയായ മാസങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദുൽ ഉല, ജുമാദുൽ ആഖിർ, റജബ്, ശഅബാൻ, റമദാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, ഇതൊക്കെ നമ്മൾ പഠിക്കാം. ഇപ്പൊ 1 വരാണ് നമ്മൾ എന്താ പറയാ? വാഹിദ് എന്നാണ് പറയാ. അൽ അവ്വൽ എന്ന് വെച്ചാൽ എന്താണ്? ഒന്നാമത്തെ എന്നാണ് അർത്ഥം. അൽ ഇസ്നാനി എന്ന് വെച്ചാൽ 2 എന്നാണ്. അസാനി എന്ന് വെച്ചാൽ രണ്ടാമത്തെ എന്നാണ് അർത്ഥം. പിന്നെ അസലാസത്ത് എന്ന് വെച്ചാൽ 3 എന്നാണ്. അസാലിസ് എന്ന് വെച്ചാൽ മൂന്നാമത്തെ എന്നാണ് അർത്ഥം. അപ്പൊ 3ാമത്തെ മാസം അസാലിസു റബീഉൽ അവ്വൽ എന്ന് വെച്ചാൽ 3ാമത്തെ മാസമാണ് റബീഉൽ അവ്വൽ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇവിടെ നോക്കിക്കോ, അഷ്ഹറു താസിഉ മിനൽ അഷ്ഹുരിൽ ഇജ്രിയ മാഹുവ, അതായത് അഷ്ഹറു താസിഉ 9ാമത്തെ മാസം, മിനൽ അഷ്ഹുരിൽ ഇജ്രിയ ഹിജ്റയിൽ നിന്ന് 9ാമത്തെ മാസം, മാഹുവ അതേതാണ്? ഹിജ്റ വർഷങ്ങളിൽ 9ാമത്തെ മാസം ഏതാണ്? അത് റമദാൻ മാസമാണ്. അത് നമ്മൾ അങ്ങനെ കൊടുക്കാം. പിന്നെ അറബിയൊക്കെ പ്രയാസമുള്ള ആളുകൾക്ക് കുറെ അർത്ഥം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പാഠഭാഗങ്ങൾ കൂടി നോക്കാം. നമ്മൾ അവസാനം പറഞ്ഞത് കുറച്ചും കൂടി നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വേർഡാണ്. അതായത് വാഹിദ് എന്ന് വെച്ചാൽ 1 എന്നാണ്, അൽ അവ്വൽ എന്ന് വെച്ചാൽ 1ാമത്തേതാണ്. അപ്പൊ സലാസ് എന്ന് വെച്ചാൽ 3 ആണ്, അസാലിസ് എന്ന് വെച്ചാൽ 3ാമത്തേതാണ്. ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഞാൻ കുറെ കാര്യങ്ങൾ ചുരുക്കി പെട്ടെന്ന് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഈ പാഠം പഠിച്ചതുകൊണ്ട് മാത്രം നിർത്തരുത്, ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നിർത്തരുത്. ഈ വീഡിയോ കണ്ട് വേണ്ട ആവശ്യക്കാർ വീണ്ടും കാണുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിച്ച പാഠഭാഗങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുക. അങ്ങനെ നന്നായിട്ട് പഠിച്ചാലാണ് പരീക്ഷ എഴുതാൻ പറ്റുക. മനസ്സിലാക്കി തന്നെ നന്നായിട്ട് പഠിക്കണം. ഈ ക്ലാസ് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടതാണ് ഞാൻ വിചാരിക്കുന്നത്. നന്നായി പഠിക്കണം. ഇത് മാത്രം കൊണ്ട് നിങ്ങൾ നിർത്തരുത്. നമ്മളെ ബുദ്ധി നല്ല വികാസം ഉണ്ടാവും നന്നായി പഠിക്കുമ്പോൾ. ഒപ്പം നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും. അല്ലാഹു എല്ലാവർക്കും നല്ല ടോപ്പ്ലസ് മാർക്ക് നൽകി വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നിങ്ങൾ ഇത് മാത്രം നിർത്തരുത്. നിങ്ങൾ ഉസ്താദുമാരൊക്കെ പഠിപ്പിച്ച പാഠങ്ങൾക്ക് നന്നായി പഠിക്കുക. ഒപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്നതോടൊപ്പം നേരത്തെ പരീക്ഷാ മോഡലിലൊക്കെ വരാനുള്ള സംശയങ്ങളൊക്കെ ഈ പാഠഭാഗത്തിൽ തന്നെ പല ക്വസ്റ്റ്യൻസ് പല മോഡലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം. അതായത് ഈ കിതാബിൽ തന്നെ കൊടുത്ത ഓരോ ഭാഗങ്ങളുണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പഠിപ്പിച്ച ഉസ്താദുമാരോട് ചോദിക്കാം. ഇനി താഴെ വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എന്നിട്ട് അതിൽ അഡ്മിൻ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് സംശയം ഉണ്ടെങ്കിൽ. ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, ചോദ്യം ചോദിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ 2 സിമ്പിൾ ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരവും നിങ്ങളെ പേരും മദ്രസന്റെ പേരൊക്കെ താഴെ കൊടുക്കുക. 2 ദിവസത്തേക്ക് റിസൾട്ട് പ്രഖ്യാപിക്കും. അത് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും അതുപോലെ അതായത് നറുക്കെടുപ്പ് നടത്തിയിട്ടാണ്. നറുക്കെടുപ്പിൽ നിന്ന് വിജയിക്കുന്ന ആളുകളെയാണ് വിജയമായിട്ട് പ്രഖ്യാപിക്കുക. അത് വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ കമ്മ്യൂണിറ്റി ടാബിലൊക്കെയാണ് പോസ്റ്റ് ചെയ്യുക. കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ഇനി അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് അതിന് പെട്ടെന്ന് അതിന്റെ വിജയം ആരാണെന്ന് അറിയാൻ സാധിക്കും. ചോദ്യം ഇതാണ്: കത്തബാന്റെ മുലാരിയായ ഫീൽ എന്താണ്? കത്തബ മാലിയായ ഫീൽ അവൻ ചെയ്തു, അവൻ എഴുതി. കത്തബ മാലിയായ ഫീൽ അവൻ എഴുതി എന്നാണ് ഇതിന്റെ അർത്ഥം. അതിന്റെ മുലാരിയായ ഫീൽ അവൻ എഴുതും എന്നുള്ള അർത്ഥം വരുന്ന മുലാരിയായ ഫീൽ എങ്ങനെയാണ് എഴുതേണ്ടത്? അറബിക്ക് ബോർഡില്ലെങ്കിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തത് ഖറഅ അവൻ ഓതി എന്നുള്ളതാണ്. ഞാൻ ഓതി എന്നുള്ള അർത്ഥം വരുമ്പോൾ എങ്ങനെയാണ് എഴുതുക? അതായത് ഞാൻ ഓതി, അതും അറബി ഇല്ലെങ്കിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാവുന്നതാണ്. ഞാൻ ഓതി.
ഖറഅ അവൻ ഓതി എന്നതാണ്. ഞാൻ ഓതി, അതായത് മുത്തക്കല്ലിം ഞാൻ ഓതി എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് എഴുതാം. ഈ രണ്ടെണ്ണത്തിന് ഒന്ന് ഖത്തബാന്റെ മുദാരിഅ ഫീല്, മറ്റൊന്ന് ഖറഅ അവൻ ഓതി എന്നുള്ളതാണ്. ഞാൻ ഓതി എന്നുള്ളത് വരുമ്പോൾ എങ്ങനെയാണ് എഴുതുക, അതാണ് രണ്ടാമത് എഴുതേണ്ടത് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ ഏതായാലും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇതിന് കമൻറ്റ് എഴുതാൻ പറ്റുന്ന ആളുകൾ എഴുതാം, എഴുതിയിട്ടില്ലെങ്കിലും മദ്രസ നന്നായിട്ട് പഠിക്കാം. ആരും പരാജയപ്പെട്ടു എന്ന അവസ്ഥ ഉണ്ടാകരുത്. നല്ല മാർക്കോടെ കൂടെ വിജയിക്കണം ഇൻഷാ അല്ലാഹ്. തുടർന്ന് അങ്ങോട്ടൊക്കെ നന്നായി പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.